കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിനെതിരെ KSU ഗുണ്ടകളുടെ ആക്രമണത്തിനു പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി നേരിട്ടെത്തി. കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഉടനടി തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. വീണ ജോർജിന്റെ ആരോഗ്യ വിവരങ്ങളെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം പിന്നാലെ മറ്റ് സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കാൻ പോയ മുഖ്യമന്ത്രി അവിടെ ഒരു വേദിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ശക്തമായ ഒരു പ്രതികരണം നടത്തി. അതിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പക്വത എന്താണെന്ന് ഒരു വാചകം തെളിയിക്കുന്നുണ്ട്. ഒരു കാര്യമേ പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളൂ. അവരാഗ്രഹിക്കുന്നത് നാട്ടിൽ സംഭവിച്ചുകൂടാ. നമ്മുടെ നാട് സമാധാനത്തിൽ കഴിയണം. ഈ നാട് സംഘർഷത്തിന്റെ നാടായി മാറിക്കൂടാ. ആ നിർബന്ധം പൊതുവെ LDF പ്രവർത്തകർക്കാകെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടകളുടെ കെണിയിൽപ്പെട്ട് അതേ രീതിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതിരിക്കണം. എന്നാൽ ജനങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ ശരിയായ വിധി എഴുതേണ്ടവർ. ആ ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ജനാധിപത്യ രീതിയിലുള്ള കടുത്ത പ്രതിഷേധം ഈ കാര്യങ്ങളിൽ ഉയർന്നു വരികയും വേണം. കേട്ടല്ലോ, കിട്ടിയത് ഒരു സുവർണാവസരമായി കാണാനല്ല ആഗ്രഹിക്കുന്നത്, നാടിന്റെ സമാധാനമാണ്. അതുകൊണ്ട് സഖാക്കൾ വൈകാരികമായി പ്രതികരിക്കരുത് എന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് തിരിച്ച് ജനങ്ങൾക്കിടയിൽ സഹതാപവുമായി ഇറങ്ങാൻ വേണ്ടിയാണ് ഇമാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത്. പറഞ്ഞു നിൽക്കാനോ ന്യായീകരിക്കാനോ നിലവിൽ ഒരു ആയുധവും കയ്യിലില്ലാതിരിക്കെ പുതിയത് സൃഷ്ടിച്ചെടുക്കുകയാണ്. അതായത് അജണ്ടകൾ നിർമ്മിക്കുമെന്ന് സതീശൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ? അതേപോലെ മന്ത്രിയെ ആക്രമിച്ച് ഒരു സംഭവം ഉണ്ടാക്കി അതിൽ പ്രകോപനം ഉണ്ടാക്കിയതിനു ശേഷം ഇരന്ന് ഈ നാട്ടിലെ കുറച്ച് KSU ഗുണ്ടകൾക്ക് തല്ല് വാങ്ങിക്കൊടുക്കണം. ആ തല്ല് കിട്ടുന്നവന്മാരെ നാട് നീളെ ആശുപത്രിയിൽ കയറി വീഡിയോ എടുത്ത് സഹതാപ ഡയലോഗ് അടിക്കണം. ഇതിനു വേണ്ടി കാണിക്കുന്ന തോന്നിവാസമാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വേദിയിൽ പറഞ്ഞ മുഴുവൻ വാചകങ്ങൾ കേൾക്കണം. 10 വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പ്രതിപക്ഷത്തെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറിന് വരുത്തിയ ചികിത്സാ പിഴവിന് മന്ത്രിയെ വഴി നടക്കാൻ അനുവദിക്കാതെ ആക്രമിക്കാൻ ഗുണ്ടകളെ പറഞ്ഞുവിട്ട ആ രീതി എന്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിന്റെ പിന്നിലെ ദുരുദ്ദേശം സഖാക്കൾ മനസ്സിലാക്കണമെന്ന് ആഹ്വാനം കൊടുക്കുമ്പോൾ കിട്ടിയ അവസരത്തിൽ കുറച്ചുപേരെ കാര്യമായിട്ട് പൂശണമെന്ന ആഗ്രഹമല്ല, അതിന്റെ പേരിൽ നാടിന്റെ സമാധാനം തകരരുത് എന്ന് ഒരു മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ആ വാചകങ്ങൾ. ശാരീരികമായി തന്നെ ആക്രമിച്ചു. ആക്രമണത്തിൽ കഴുത്തിന് പരിക്കേറ്റു, വല്ലാത്ത വേദന, അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവർ കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാരണം മന്ത്രിമാരെന്ന് പറയുന്നത് ആരും ഇന്നലെ പൊട്ടിമുളച്ചവരല്ല, ഈ നാടിന്റെ ചിന്തയോടുകൂടി വളർന്നു വന്നവരാണ്. അവരെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്വാഭാവികമായി ഇടപെട്ടാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളാണ് ഈ ക്രിമിനലുകൾ ആഗ്രഹിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധ രൂപമല്ല, കൃത്യമായ ആസൂത്രിതമായ ഗൂഢായിസം. അതിനായി ഗൂണ്ടകളെ തെരഞ്ഞെടുക്കുകയും വീണ ജോർജ് ഒരു സ്ത്രീയായിട്ടും അവരെ ആക്രമിക്കാനും പരിക്കേൽപ്പിക്കാനും പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഇത് അത്യന്തം അപലപനീയമായ ആക്രമണമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം തുടർച്ചയായി ഇതുപോലുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യമേ പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളൂ. അവരാഗ്രഹിക്കുന്നത് നാട്ടിൽ സംഭവിച്ചുകൂടാ. നമ്മുടെ നാട് സമാധാനത്തിൽ കഴിയണം. ഈ നാട് സംഘർഷത്തിന്റെ നാടായി മാറിക്കൂടാ. ആ നിർബന്ധം പൊതുവെ LDF പ്രവർത്തകർക്കാകെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടകളുടെ കെണിയിൽപ്പെട്ട് അതേ രീതിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതിരിക്കണം. എന്നാൽ ജനങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ ശരിയായ വിധി എഴുതേണ്ടവർ. ആ ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ജനാധിപത്യ രീതിയിലുള്ള കടുത്ത പ്രതിഷേധം ഈ കാര്യങ്ങളിൽ ഉയർന്നു വരികയും വേണം.